എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. നമ്മുടെ ഈ ഷോപ്പിൻ്റെ പേര് എന്താണ്? ഫുൾ നെയിം? ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര് JB പാക്കിംഗ് ഹൗസ് എന്നാണ്. JB പാക്കിംഗ് ഹൗസ്. ഓക്കെ. മാർക്കറ്റ് റോഡ് തന്നെയാണ്. മാർക്കറ്റ് റോഡ് ശരിക്കും പറഞ്ഞാൽ തൃപ്പൂണിത്തുറ മാർക്കറ്റ് റോഡ് വ്യാപാരി വ്യവസായ ബിൽഡിങ്ങിലാണ്. ഓക്കെ. അത് നേരെ പള്ളിപ്പറമ്പ് റോഡ് അങ്ങനെയും പറയാം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വരും അല്ലേ? ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഞങ്ങളിപ്പോൾ 1 ഇയറിലേക്ക് കിടക്കുകയാണ്. പണ്ട് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്ന ഷോപ്പ് അല്ലേ? മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്ന ഒരു ചെറിയ ഷോപ്പ് തുടങ്ങിയതാണ്. ഓക്കെ. ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെ? യാദൃശ്യമായിട്ട് വന്നതാണ്. പാക്കിംഗ് ഐറ്റത്തിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പുള്ളിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻസ്പിറേഷണലായിട്ട് ഞാൻ അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ പോകും. പുള്ളി ചിലപ്പോൾ അത്യാവശ്യം ഇടാതൊന്നും മേടിച്ചോണ്ട് പോവാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഷോപ്പായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വലിയൊരു ഐറ്റംസ് കൂടുതൽ ഹോൾസെയിലിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പാക്കിംഗ് മെറ്റീരിയൽ മെയിനായിട്ട് നമ്മുടെ ഈ സെക്ഷനിൽ ഒത്തിരി സാധനങ്ങളുണ്ട് അല്ലേ? അതുകൊണ്ട് ഒത്തിരി ഉണ്ട്. പാക്കിംഗ് എന്തൊക്കെയാണ് നമ്മളിവിടുത്തെ ഒരു ഐറ്റംസിനെ നമ്മളൊന്ന് കൂടുതലായിട്ട് പറയാമോ? ശരിക്കും പറഞ്ഞാൽ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ കടൽ പോലെയാണ് പാക്കിംഗ് മെറ്റീരിയൽ. ഓരോ ദിവസവുമാണ് ഓരോ പ്രൊഡക്റ്റ് ഇങ്ങനെ കയറുന്നത്. പുതിയ അയ്യോ അതാണ് നമുക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റണല്ലോ പറയാം. നമ്മളത് കണ്ടെത്തുവാണ്. ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയി വരുവാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പഴയ ഒരു സ്റ്റൈലിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ പഴയ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ ഷോപ്പുകാർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഹോൾസെയിൽ ഷോപ്പുകാരെന്ന് വെച്ചാൽ ഈ ചിപ്സ് അങ്ങനെ അവർക്ക് പാക്ക് ചെയ്ത് വിൽക്കാനും അതുപോലെ തന്നെ മറ്റുള്ള പല റെസ്റ്റോറൻറ്റ് പലചരക്കടക്കാർ അവരെയൊക്കെ ഉദ്ദേശിച്ചായിരുന്നു. ഇപ്പം അതല്ല, ചെറുകിട കുറേ യൂണിറ്റ്, ഓൺലൈൻ യൂണിറ്റ്, ഇങ്ങനെ അവരെയൊക്കെ നമ്മൾ ഇതിലേക്ക് പെടുത്തുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ച് അത് വിപുലീകരിച്ചിട്ടാണ് നമ്മൾ ഈ ഷോപ്പിലേക്ക് കാലുവെച്ചത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? ഇത് ഇപ്പോൾ ലോക്കലാണെങ്കിൽ ഒത്തിരി സ്ഥലത്ത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്ഥലത്തുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരായി, ബോംബെ ആയി അങ്ങനെ പോവുകയാണ്. ഒത്തിരി സ്ഥലത്തുനിന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കാറുണ്ട്. ശിവകാശിൻ്റെ മെയിൻ കുറേ ഐറ്റങ്ങൾ, പേപ്പർ ഐറ്റമൊക്കെ മെയിൻ ശിവകാശിയിൽ നിന്ന് എടുക്കാറുണ്ട്. അല്ലാത്ത ഐറ്റം ഈ കുറേ പാക്കിങ് ഇപ്പോൾ ബാംഗ്ലൂർ, ബോംബെ ബേസ്ഡ് ആണ്. നിങ്ങൾ തന്നെയാണോ പോയി പർച്ചേസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ജസ്റ്റ് വല്ലപ്പോഴൊക്കെ ഞാൻ പോകാറുള്ളൂ പുതിയ ഐറ്റങ്ങൾ കാണാനും. അത് തന്നെ പഠിച്ചിട്ട് നമ്മളത് പുതിയ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണല്ലോ അല്ലേ? ഇപ്പോൾ ഓരോരുത്തർക്കും പുതിയ ട്രെൻഡുകളാണ്. തീർച്ചയായിട്ടും. അതാ ഞാൻ പറയാം, പാക്കിംഗ് മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ, പാക്കിംഗ് മെറ്റീരിയൽ ഒത്തിരി ഇങ്ങനെ കിടക്കും. ഓരോ ദിവസം ഓരോ ഐറ്റങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ബേക്കറിയിൽ തന്നെ ഒന്ന് കണ്ടുപോയി. ബേക്കറിയിൽ ആ പഴയ കവറിലാണ് ഇപ്പോൾ സാധനങ്ങൾ ഇടുന്നത്. ഓരോ ബോക്സായി അത് തന്നെ പല രീതിയിലായി. ബോക്സ് ഐറ്റങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒത്തിരി ബോക്സ്, വെറൈറ്റി ബോക്സായി, പേപ്പറായിട്ടാണെങ്കിലും പ്ലാസ്റ്റിക് ആയിട്ടാണെങ്കിലും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പർച്ചേസിങ് വളരെ തലവേദന പിടിച്ചൊരു, കാരണം ഡെഡ് സ്റ്റോക്കായി പോകും. നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഒന്ന് റെഡിയായി വരുമ്പോഴാണ് അടുത്ത പ്രൊഡക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സിനെ പോലെ തന്നെ തീർച്ചയായും ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ പുതിയ സാധനങ്ങൾ ഇറങ്ങി. തീർച്ചയായും. ഇപ്പോൾ ലുലുവിലൊക്കെ ചെന്ന് നോക്കിയാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഓരോ പാക്ക് ചെയ്യുന്ന ഐറ്റങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക അവർ. കാരണം ജനങ്ങളുടെ മുന്നിൽ എന്താണ് അല്ലേ, കാരണം പെട്ടെന്ന് അത് തന്നെ പാക്കിങ്ങിൽ അതാണ്. അപ്പോൾ അതിൽ കണ്ണുടക്കി കഴിഞ്ഞാൽ അപ്പം അവൻ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെയുള്ള ഐറ്റംസ് തന്നെയാണെങ്കിലും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇവിടെ പോകുന്നത്? ഹോൾസെയിലാണ് കൂടുതൽ പോകുന്നത് അല്ലേ? ഹോൾസെയിലാണ് കൂടുതൽ, റീറ്റെയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആണല്ലേ? അത്യാവശ്യം ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സുകാരാണ് ഇവിടെ വരുന്നത്? അല്ലെങ്കിൽ ഷോപ്പുകാരാണോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഹോട്ടലും ബേക്കറിയും തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവർക്കാണുള്ള കൂടുതൽ ബൾക്ക് ഓർഡറുകൾ. അതുമല്ല, ഈ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പണ്ട് ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കവറിലൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കും അല്ലേ? അതൊക്കെ മാറി കണ്ടെയ്നറായി. അത് തന്നെ വേറെ വെറൈറ്റി കണ്ടെയ്നർ, ഇങ്ങനെ
ഹാൻഡിൽ തൂക്കി പിടിക്കാവുന്ന ഹാങ്ങിങ് ടൈപ്പ് ആ ടൈപ്പ് കുറേ കണ്ടെയ്നർ അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ അത് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ? ശരിക്കും എല്ലാം ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാലും ഞാനൊരു അത്യാവശ്യം വേണ്ട സാധനങ്ങൾ 90% നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ പേപ്പർ പ്ലേറ്റ് ആണെങ്കിലും മറ്റേ പേപ്പർ ഐറ്റംസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഈ കണ്ടെയ്നറൊക്കെ ആണെങ്കിലും അത് ഫോയിലുണ്ടോ അല്ലേ? ടൈപ്പ് ഉണ്ടാവും അല്ലേ? നേരത്തെ അലുമിനിയം എന്ന് പറഞ്ഞാൽ അത് വെച്ചാണ് കണ്ടെയ്നർ. ഇപ്പൊ അതിൽ പ്ലാസ്റ്റിക്കിന്റെ, പിന്നെ ഈ പറയുന്ന പേപ്പർ, അത് തന്നെ ഓവനിലൊക്കെ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പ് കണ്ടെയ്നറുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണല്ലേ. പിന്നെ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏതൊരു മനുഷ്യൻ്റെയും അവിടുത്തെ സ്റ്റാഫാണല്ലോ നമ്മൾക്ക് ഒരു ബലപ്പെട്ട അല്ലേ? സ്റ്റാഫ് ഉണ്ടെങ്കിൽ അതൊരു സ്റ്റാഫ് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ അല്ലേ? ടീം വർക്കാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എത്രത്തോളമാണ് നമ്മുടെ സ്റ്റാഫിനുള്ള സപ്പോർട്ട്? തീർച്ചയായിട്ടും സ്റ്റാഫ് എനിക്ക് വളരെ സപ്പോർട്ടാണ്. നമ്മളെ ഇതിലേക്ക് എത്തിച്ചു തന്നെ അവരാന്ന് പറയാൻ എനിക്ക് അഭിമാനത്തോടെ വേണമെങ്കിൽ പറയാൻ പറ്റും. സ്റ്റാഫിൻ്റെ മെയിൻ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വലിയ ഷോപ്പിലേക്ക് മാറാൻ തന്നെ കാരണം. അതിൽ നമുക്ക് ഒന്നും പറയാനില്ല. അവരെ തീർച്ചയായിട്ടും അവരുടെ വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടും. അത് നമുക്ക് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടുള്ള കസ്റ്റമർ ഇപ്പോഴും എനിക്കുണ്ട്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. കാരണം കാരണം ഞാൻ എന്ത് പ്രൊഡക്റ്റ് അവരെ പരിചയപ്പെടുത്തിയാലും അവരത് വാങ്ങിച്ചിരിക്കും. അങ്ങനെ അപ്പോൾ എനിക്കൊരു വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ, എന്നിലൊരു വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ അവർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതൊരു വലിയ ഘടകം തന്നെയാണ്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ JB അല്ലേ, JB എന്നാണ് ഈ JB എന്നുള്ള പേര്. അത് ഞാനും വൈഫും എൻ്റെയും വൈഫിൻ്റെ പേരാണ്, ഫസ്റ്റ് ടൈം ആണ് അല്ലേ, ഫസ്റ്റ് അക്ഷരമാണ് അല്ലേ? വൈഫും കൂടെ ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ. JB പാക്കിംഗ് ഹൗസ് എന്നാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര്. മെയിൻലി ഞങ്ങൾ പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം പറ്റാവുന്നത്രയും മാക്സിമം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇപ്പം ബോട്ടിൽസ്, പല പല വെറൈറ്റി ബോട്ടിൽസാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ബോട്ടിൽസിന് തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. ക്യാനുകൾ, ബോട്ടിലിലെ പല പല ഷേപ്പുകൾ, അങ്ങനെ ബോട്ടിലും കൂടുതലായിട്ട് നമ്മളിപ്പം ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം നമ്മുടെ ഹോംലി ഐറ്റംസും കുറേ ഉണ്ട്. ഏപ്രിൻ, ലോഷനുകൾ, ഡിഷ് വാഷ്, അങ്ങനെ സോപ്പ് ഓയിൽ, അങ്ങനെയും ഉണ്ട് കുറേ ഐറ്റംസ്. അതുകൂടാണ്ട് സെമി ആയിട്ട് ബർത്ത്ഡേ പാർട്ടീസിന് പറ്റിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ക്യാപ്പുകൾ, ബർത്ത്ഡേ ഹാങ്ങിങ്സ്, ബലൂൺസ്, പമ്പുകൾ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും പറ്റാവുന്നത് ന്യൂ പ്രോഡക്ട്സ് കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് നമ്മളിവിടെ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്? കൂടുതലും എന്ന് പറയാനൊക്കെ ഇല്ല, ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ അമ്മമാരും വരുന്നുണ്ട്, അല്ലാതെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, പിന്നെ ഇതുപോലെ തന്നെ പാഴ്സലുകൾ, അതായത് ഇപ്പോൾ ജ്യൂസ് കൊണ്ടുപോകണമെങ്കിലും അത് കവർ ചെയ്യാൻ ഭയങ്കര സെക്യൂർഡായിട്ട് നമുക്ക് കൊടുക്കാനും, പിന്നെ പാക്കിംഗ് കണ്ടെയ്നർ, പാഴ്സൽ കണ്ടെയ്നർ, അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഐസ്ക്രീം കപ്പുകൾ, പിന്നെ കാറ്ററിംഗ് ബേസിസിനും അവർക്കും ഒരു പാക്കേജ് പോലെ നമുക്കുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കേക്ക് ബേസ്, കേക്ക് ബോക്സുകൾ, ഇപ്പം നോർമലി എല്ലാവരും ഹോംലി ഫുഡ്, ഹോംലി ബേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഫാമിലി ആരൊക്കെ ഉണ്ട്? അപ്പോൾ എനിക്ക് 3 പിള്ളേരാണ്. ഇപ്പം ഞാനും വൈഫും 3 പിള്ളേരും മാത്രമേ. അമ്മയും അപ്പനും ഒക്കെ മരിച്ചു. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ടാസ്ക് തന്നെയാണല്ലോ അല്ലേ? പറയണ്ട. അതിനെപ്പറ്റി എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? ബിസിനസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിക്കും പറയാൻ ഭയങ്കര ടാസ്ക് തന്നെ. കാരണം അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു സമയത്തൂടെയാണ് ഇപ്പോൾ ബിസിനസ് കടന്നു പോകുന്നത്. അതിപ്പോൾ ഈ ബിസിനസ് ചെയ്യണ ആരോട് ചോദിച്ചാലും ഭയങ്കര ദുർഘടം പിടിച്ച് എന്താ പറഞ്ഞാൽ ഒരു ടഫായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നമ്മൾ പോണത്. ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം കൊണ്ടും കുറച്ച് തീർച്ചയായിട്ടും. അപ്പം നമുക്ക് അത് ശരിക്കും അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാനൊരു 20 years ആയിട്ടുണ്ട്. ഈ 20 വർഷത്തെ ബിസിനസ്സിൽ അതിനകത്ത് വരുന്ന ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ തുടങ്ങിയുള്ളൊരു ഈ ഒരു ബിസിനസ് ആകുമ്പോൾ അതിനകത്ത് താഴ്ചകളും
ഉയർച്ച ഉണ്ടാവുമല്ലോ. അതിനകത്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ഈ 20 വർഷത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു അനുഭവം എന്താണ്? അത് ഞാനിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങണവരെ അത് പറഞ്ഞ് മനസ്സ് മടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും. അത് കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ഒരാൾ പറഞ്ഞു തന്ന് അല്ലെങ്കിൽ അത് കേട്ട് ഒരിക്കലും എനിക്ക് തോന്നാറില്ല. ഞാനും കുറേ പലരും പറഞ്ഞു തന്നതൊക്കെ കേട്ട് നമ്മൾ ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ആകണം. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? കളഞ്ഞ് ബിസിനസ് പഠിക്കാന്നൊക്കെ പഴയ ആൾക്കാർ പറയും. നമ്മൾ പൈസ കളഞ്ഞ ബിസിനസ് പഠിക്കണേന്ന് പറയും. നമ്മുടെ പഴയ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. ജോ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ JBയിലേക്ക് വന്നത്. ഇവിടെയുള്ള ഏകദേശം ഒത്തിരി ആൾക്കാർക്ക് നമ്മുടെ സ്ഥാപനം അറിയാവുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ജനങ്ങളുടെ അതുപോലത്തെ സപ്പോർട്ടിൽ നിന്നാണ് ഞാൻ JBയിലേക്ക് എനിക്ക് ഒരു ബലം, എന്താ പറയുക, ഇൻസ്പിറേഷൻ ആ ഇതിലേക്ക് വന്നത് അവരുടെ സപ്പോർട്ടും അവരുടെ സഹായം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ കാലഘട്ടമാണ് അല്ലേ? തീർച്ചയായും. ഇപ്പോഴും പണ്ടും ഉണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതലായി. അപ്പോൾ അതെങ്ങനെ, എന്താ പറയുക, നമ്മൾ താസ് പോലെ എങ്ങനെ ലെവൽ ചെയ്ത് പോകുന്നു? കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് നമ്മൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ് നമ്മളെ ഏറ്റവും വലിയ. മറ്റൊന്ന് പറഞ്ഞാൽ അവരൊക്കെ ഏതെങ്കിലും മൂവ് ചെയ്യണ ഐറ്റങ്ങൾ മാത്രമായിട്ട് മുമ്പോട്ട് പോകും. നമ്മളതല്ല, നമ്മളെല്ലാം അതിലേക്ക് എന്താ പറയുക, കൂടുതൽ അതിലേക്ക് ആഡ് ചെയ്യാൻ നോക്കണ്ടേ. ഞാൻ പുതിയ പുതിയ എന്ത് പ്രൊഡക്റ്റ് വന്നാലും ഞാൻ മാക്സിമം ഇതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ ഒരു ന്യൂജൻ കാലഘട്ടമാണല്ലോ അല്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിൽ ആൾക്കാർ നോക്കുന്നത് അതേപോലത്തെ ഒരു മെറ്റീരിയലും അതേപോലത്തെ മറ്റേ കാണുന്ന ഒരു ഭംഗിയും ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും. പഴയതങ്ങ് മാറി, ഒത്തിരി മാറ്റമുണ്ട്. പണ്ടിപ്പോൾ ഒരു ചിപ്സൊക്കെ എങ്ങനെ ഒരു സാധാ കവറിലൊക്കെ അല്ലെങ്കിൽ കുറഞ്ഞ, ഇപ്പം അങ്ങനെയല്ല, നല്ല കട്ടിയുള്ള ഡബിൾ ടീ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള കവറ്, അത് പിന്നെ അത് സൈഡ് ഫോൾഡ് ചെയ്ത് അങ്ങനെ കുറേ മാറ്റങ്ങളിലേക്ക് വന്നു. അപ്പോൾ ചിലർ പ്രിൻറ്റിങ് ആക്കി അതിൻ്റെ സീലിങ്ങിൽ വ്യത്യാസം വന്നു. മറ്റേന്നൊക്കെ പറഞ്ഞാൽ എന്താ ജസ്റ്റ് ഉരുക്കിയൊക്കെ അല്ലേ ചെയ്തോണ്ട്. ഇപ്പോൾ അതിനുള്ള കൂടിയ സീലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരേ സമയം തന്നെ 10-20 കവറുകൾ ഒരുമിച്ച് വരാൻ പറ്റിയ സീലറും കാര്യങ്ങളും. മറ്റേതിങ്ങനെ കൈ കൊണ്ട് ചെയ്ത് അതിൻ്റെ നിന്നൊക്കെ മാറി ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് പാക്കിങ്ങിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പേപ്പർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ പേപ്പർ പ്രൊഡക്റ്റ് മാത്രം, പ്ലാസ്റ്റിക്കായി, പേപ്പറായി, ഈ ബയോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കൂടുതൽ. പഴയെന്ന് പറഞ്ഞാൽ സാധാ കോട്ടിംഗ് ആണ്. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു പേപ്പർ ഗ്ലാസ് എന്ന് പറയുമ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ അകത്ത് സാധാ കോട്ടിംഗ് ആണ്. ഇപ്പോൾ അത് ബയോ കോട്ടിംഗ് ആയി. അങ്ങനെ ബയോ കോട്ടിംഗ് പേപ്പർ ഗ്ലാസ്, ആ ബയോ കോട്ടിങ്ങിൻ്റെ പ്ലേറ്റുകൾ, അതുപോലെ കണ്ടെയ്നറുകൾ വരുന്നത്. ഇപ്പോൾ പേപ്പർ കണ്ടെയ്നർ അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ബയോ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഹീറ്റ് ഇട്ടാലും അത്രയും ചൂടുള്ള സാധനം ഇട്ടാലും പ്രശ്നങ്ങളുണ്ടാവില്ല. അതാണ് പറഞ്ഞ പോലെ. മറ്റൊരു മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇവിടെ കണ്ടിരുന്നു, അതിൽ പണ്ടത്തെ പാളയുടെ അല്ലേ പ്ലേറ്റുകളും. അതിൻ്റെയൊക്കെ കോസ്റ്റ് വരുമ്പോൾ ആൾക്കാർ പുറകിലേക്ക് പോകുന്നു. ആൾക്കാർ ക്വാളിറ്റി അല്ല നോക്കുന്നത്. അതെ, കോസ്റ്റാണ്. ഇപ്പോൾ പാള പ്ലേറ്റ് അല്ലെങ്കിൽ ബയോ പ്രൊഡക്റ്റ് എല്ലാവരും ഒന്നല്ല. എന്നാലും ഞാൻ പറഞ്ഞ സാധാരണ ഒരു ചെറിയ ഒരു 1000 അല്ലെങ്കിൽ 500 പേരുടെ പരിപാടിക്കൊക്കെ 500 പ്ലേറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു പീസിന് ഏകദേശം 7 രൂപ വരുന്നുണ്ട്. 7 വരുമ്പോൾ തന്നെ എത്രയും 3500 വരും. അത് നേരെ പറിച്ച് പഴയ ഐറ്റം ആണെങ്കിൽ 2 രൂപയിൽ തീരും. ഒരു പീസിന് 2 രൂപ. അപ്പോൾ 500 പീസ് എടുത്താൽ 1000 രൂപയിൽ അവിടെ തരും. അപ്പോൾ 2500 ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ ആ പഴയതിലേക്ക് മാറണം. ഇത്ര നേരം നമുക്ക് ഈ വിലപ്പെട്ട സമയം, അതായത് നമ്മുടെ ഇവിടുത്തെ പാക്കിങ്ങിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചാൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.